ലോകാവസാനത്തെ റോൾ മോഡലാണ് ആര്? ഉറപ്പ്. യൂസുഫ് നബിയുമായി ബന്ധപ്പെട്ടതല്ലാത്തൊരു സംഭവം ഇന്ന് ലോകത്ത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഈ മനുഷ്യൻ ലൈഫിൽ ഇന്നിപ്പോൾ ലോകത്ത് നടക്കുന്ന ചതിയാ. ഈ മനുഷ്യൻ ചതിയിലാകപ്പെട്ടതാ. ഇന്ന് ലോകത്ത് നടക്കുന്ന പെണ്ണുങ്ങൾ പിന്നാലെ കൂടുക. പെണ്ണുങ്ങൾ പിന്നാലെ കൂടാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്നത്തെ ഈ വസ്ത്രരീതികൾ എങ്ങനെയായത്? ഒരു ചെറിയ ടോപ്പ്, പിന്നെ അരക്കെട്ട് മുതൽ താഴെ ഭാഗത്ത് വരെ ഫാൻറ്റ്. ആണോ അല്ലേ? ഞാൻ ഫാൻറ്റ് ഇട്ടോളി, മുട്ട് വരെ ഒന്ന് മറിച്ചൂടെ? ആരമറിയില്ല. എന്തിന്? ഓള ഈ ഫാൻറ്റ് ഇട്ടതിൻ്റെ ഈ അരക്കെട്ടിൽ അത് കുടിക്കുക, അതുവരെ മറിയില്ല. അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ എന്തുള്ളൂ? വസ്ത്രമുള്ളൂ. മനസ്സിലായില്ല? ഓളെ പുക്കിളിനോട് അനുബന്ധിച്ചേ വസ്ത്രമുള്ളൂ, ബാക്കി ഫാൻറ്റാണ്. അപ്പോൾ അരക്കെട്ട് മുഴുവനാക്കി കാണാം. ആണോ അല്ലേ? ഇതിപ്പോൾ ഒരു പ്രേരണയല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് മനുഷ്യനെ വഴിതെറ്റിക്കലല്ലേ? കഴിഞ്ഞ വർഷം പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം 2024 ഒരു ഭാര്യ ഭർത്താവ് എൻ്റെ അടുത്ത് അവർ പിന്നെ തിരുപ്പൂരിൽ നിന്ന് വന്നു. തിരുപ്പൂരിൽ ഭാര്യ ഭർത്താവ്, ബ്രാഹ്മണ കുടുംബം, ഹിന്ദു സഹോദരൻ, ഒരു ഹിന്ദു സഹോദരനും സഹോദരി ഭർത്താവും, ഹിന്ദു സഹോദരിയും ഭർത്താവും. ഒരു 25-30 ഇടയിൽ വയസ്സുണ്ട്. രണ്ടാൾക്കും അത്ര തന്നെയുള്ളൂ. അവർ വന്നു. അപ്പോൾ എന്താ അവർ പ്രശ്നം? അവരുടെ പ്രസ്സ്, അവർക്ക് പ്രസ്സാണ്. ആ പ്രസ് എത്ര നന്നാക്കിയാൽ നന്നാവില്ല. നന്നാക്കിയാൽ പിറ്റേന്ന് ചെയിൻ പൊട്ടും, അത് പൊട്ടും, ഇത് പൊട്ടും. ഒരു പൈസ അങ്ങനെ പോകും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ആരെ പേരില്ല പ്രസ്? ഓളെ പേരില്ല. അവളെ പൈസയാണ് കൂടുതലുണ്ട്. അപ്പം ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, ഒറ്റടിക്ക്, സ്വപ്നം കാണാറുണ്ട് ചോദിച്ചു. അത് കാണാറുണ്ട്. നിങ്ങൾ നഗ്നയായി നിൽക്കുന്ന നിങ്ങൾ സ്വപ്നം കാണാറുണ്ട് ചോദിച്ചു. അപ്പം പെണ്ണ് അവിടെ നിന്ന് എണീറ്റു, തലയിൽ കൈ വെച്ചു. എന്നിട്ട് പറഞ്ഞു, 3 വർഷമായി കണ്ണടച്ചതാ കണ്ണ്. ഭർത്താവിനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? നഗ്നയായി നിൽക്കുക കൊടിയ സീറായിരിക്കും. ഇതിങ്ങനെ സംഭവിക്കില്ല. കൊടിയ സീറായിരിക്കും. അള്ളാഹു സീറിനെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത് ഭയങ്കര, അത് അള്ളാഹു ഒരു ഇൻഫർമേഷൻ തരികയാണ്. ശ്രദ്ധിച്ചോ. ആ പെണ്ണ് അതിൽ അത്ഭുതപ്പെടുത്തു, അല്ലേൽ കൈവച്ചു. എന്തുകൊണ്ട്? ഈ പെണ്ണ് ഈ സംഭവം ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞില്ല. ഞാൻ ഭർത്താവിന് ഭാര്യ എടുത്തിരുത്തിയിട്ട് സ്വപ്നം കാണാറുണ്ട്. ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങൾ നഗ്നയായി നിൽക്കുന്ന നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? അവർ 3 വർഷമായി തുടർച്ചയ്ക്കാണ്. അവർ പടച്ചോൻ്റെ ഇൻഫർമേഷനാണ്. എന്ത്? പടച്ചോൻ റഹ്മാനല്ലേ, വഴിപ്പെട്ടവരും വഴിപ്പെടാത്തവർക്കും കരുണയനല്ലേ, എന്തേ നോക്കിക്കോ എന്ന്. നഗ്ന ഉദാഹരണമാണ് ഇതൊക്കെ. ഒരു ഒറ്റ ഉദാഹരണം. ഇതൊന്നല്ല സംഭവം. സിഹിർ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വപ്നം കാണും. തീരെ സ്വപ്നം കാണാത്തവരും സ്വപ്നം കാണും. അവകാശം അഹ്ലാമെന്ന് പറഞ്ഞാൽ അതല്ല. മനസ്സിലായപ്പോൾ ഒരു സ്വപ്നം ആവർത്തിച്ച് കാണുമ്പോഴും ശ്രദ്ധിക്കണം. ഒരു സ്വപ്നം തന്നെ ആവർത്തിച്ച് കാണാം, അത് അള്ളാഹിൻ്റെ സന്ദേശം. അങ്ങോട്ട് പോയാൽ പോവും. സ്വപ്നം എപ്പോഴും നിസ്സാരമായി കാണുന്നുണ്ട്. സ്വപ്നം ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. അപ്പോൾ ഏതായാലും പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? സ്വപ്ന വ്യാഖ്യാനത്തിന് വേണ്ടി ആ ആള് പിന്നെ രാജാവ് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു വരികയാണ്. രാജാവ് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ഇത് ഇയാൾ നോക്കി, നിങ്ങൾ ഉമ്മ ഒരു വലിയ കാലം കഴിഞ്ഞിട്ട് ഇയാൾ ഓർക്കാണ്, അന ഉനബിയുക്കും തെവീലി ഫർസിലൂനി, നിങ്ങൾ ഇന്നെ പറഞ്ഞയച്ചാൽ കൊട്ടാരത്തിന് രാജാവിനോട് പറഞ്ഞു, എന്നെ നിങ്ങൾ പറഞ്ഞയച്ചാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിന്റെ വ്യാഖ്യാനം കൊണ്ടുവരാം എന്ന് ഈ കള്ളൊഴിച്ച് കൊടുക്കണ ഇയാൾക്ക് ഈ ബോധം വരുന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ? 12 കൊല്ലം. ഇനി അവിടെ പറഞ്ഞ വർത്താനങ്ങൾ കേട്ടോ. ഇയാൾ നേരെ ജയിലിലേക്ക് ഓടി വന്നു. യൂസുഫേ അയ്യോ സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫേ, അഫ്തിന ഫീ സബ്ഇ ബഖറാത്തിൻ സിമാനിൻ യൗകുലുഹുന്ന സബ്ഉ ഇജാഫുൻ വസബ്ഇ സുബുലാത്തിൻ ഖുദരിൻ വഉഖറ യാബിസാത്തിൻ. ആ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞോണ്ടാ, ലഅല്ലി അർജിഉ ഇലന്നാസി, എനിക്ക് വേഗം മടങ്ങിപ്പോണം. ഇയാൾക്കൊരു ഉളുപ്പില്ല. ഇയാള് ഞങ്ങളെ കാര്യം രാജാവിനോട് പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയ ആള് പിന്നെ 12 കൊല്ലം
കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താ പറഞ്ഞ, അയാളൊരു സ്വപ്നം കണ്ടു, അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. പോകാൻ നേരത്തെ എന്ത് പറഞ്ഞു, നീ രാജാവിനോട് ഇൻ്റെ കാര്യം ഞാൻ ജയിലിൽ കിടക്കാന്നൊന്ന് പറയണേന്ന് പറഞ്ഞിട്ട് മറന്നുപോയി. അതിന് ഒരു പണി ഇക്കാലം വരെ എടുക്കാത്ത ഒരാൾ ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് വലിയ സമ്പത്ത് കിട്ടും. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു, ജയിലിലൊരാളുണ്ട് ഇപ്പോൾ ഞാൻ കൊണ്ടുവരാറുണ്ട്, പാഞ്ഞു വന്നു. അയാൾക്ക് ഇത് എത്രയും പെട്ടെന്ന് പോയിട്ട് പറഞ്ഞു കൊടുത്താൽ രാജാവിൻ്റെ സമ്മാനം വാങ്ങണം. അയാൾ എന്ത് പറഞ്ഞു, അല്ലി അർജിയോ ഇല്ലെന്നാസ്, എനിക്ക് പെട്ടെന്ന് മടങ്ങണം പറഞ്ഞോണ്ട്. ജനങ്ങളവിടെ കാത്തിരിക്കുക. അയാൾക്ക് ഉളുപ്പേറ സാധനം ഇല്ലെന്നെ, അയാൾ ഉൾപ്പെടെ അയാൾ വരുമോ? എന്നാ ഇവരോട് വല്ലതും പറഞ്ഞു, അല്ല കാക്ക നിങ്ങളല്ലേ ഇപ്പം, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം പുതിയ കഴിഞ്ഞ ഒരു വ്യാഖ്യാനത്തിൻ്റെ കൂലിപ്പുറം കിട്ടിയില്ലല്ലോ, നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞു പോയതാണല്ലോ എന്ത് 12 കൊല്ലം മുമ്പ് രാജാവിനോട് പറഞ്ഞു നിങ്ങൾ ജയിലിൽ നിന്ന് വിട്ടുതരാന്നൊക്കെ പറഞ്ഞു പോയ നിങ്ങളിപ്പോൾ പുതിയൊരു വ്യാഖ്യാനം കൊണ്ട് വന്നിക്കുക. നിങ്ങൾക്ക് പറഞ്ഞാൽ പണി നോക്കും, നിങ്ങൾക്ക് വ്യാഖ്യാനം പറഞ്ഞു ഉത്തരക്കാൻ പണിയാ എനിക്ക് പറഞ്ഞോ ഇല്ല. വേഗം യൂസുഫ് നബി പറഞ്ഞ വർത്താനങ്ങൾ കേട്ടോ കേട്ടോ. എന്താ وقال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليل مما تأكلون ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمت لهن إلا قليلا مما تحصنون ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون എന്ന്. ഇത് ആ 3 ആയത്തെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. എന്താണ്, നിങ്ങൾ 7 കൊല്ലം എല്ലാ നാടുകളിലും കൃഷി ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ 7 കൊല്ലം ക്ഷാമം വരാൻ പോകുന്നുണ്ട്. ഇതാണ് രാജാവി കാണുന്നത്. അപ്പം ഇല്ലെങ്കിൽ നാട് പൊട്ടിയില്ല. ഇത് ഗൗരവമുള്ള സ്വപ്നം, ഇതെന്തല്ല, ഇത് പേക്കിനാവല്ല, ഇത് ഗൗരവമുള്ള സ്വപ്ന. പല വട്ടം ഈ സ്വപ്നം രാജാവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പേക്കിനാവല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. എന്തുകൊണ്ട് നാട്ടിൽ ക്ഷാമം ഉണ്ടാവാൻ പോവുകയാണ്, വലിയ ക്ഷാമം വരാൻ പോവുകയാണ്. 7 കൊല്ലം ക്ഷാമം ഉണ്ടാവില്ല. 7 കൊല്ലം നിങ്ങൾ എവിടെ വിട്ടിട്ടാലും മുളക്കും, എവിടെ കൃഷി ഉണ്ടാക്കിയാലും കൃഷി ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ സെബഉൻ ഷിദാദും അതിശക്തമായ വരൾച്ചയുള്ള 7 കൊല്ലം പിന്നീട് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ആദ്യത്തെ കൊല്ലത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ആദ്യത്തെ 7 കൊല്ലം നിങ്ങൾ വിളവെടുക്കണ അതെല്ലാം കതിർക്കൊലയിൽ തന്നെ ഗോഡൗണിൽ ഇടുക. നിങ്ങൾക്ക് അന്നത്തെ ചെലവിന് മാത്രം എടുത്തോളി, ബാക്കിയൊക്കെ എവിടെ കിടക്കണം, ഗോഡൗണിൽ കിടക്കണം. മൊത്തം എടുക്കരുത്, കതിർക്കൊലയിൽ തന്നെ ഇടണം. എന്തുകൊണ്ട്, എന്നാൽ പിന്നെ അതിൻ്റെ കേടാകുന്നതിന് കമ്മി ഉണ്ടാവും. മനസ്സിലാണ് പറഞ്ഞത്. അങ്ങനെ 7 കൊല്ലം ഇതാണ്. പിന്നെ 7 കൊല്ലം കഴിയുമ്പോൾ ക്ഷാമം വരും. ആ ക്ഷാമകാലത്ത് ഈ കൊലയിൽ നിന്നെടുത്ത് പൂക്കൊലയിൽ നിന്നെടുത്തിട്ട് ഇത് അങ്ങനെ തന്നെ കുത്തിയെടുത്താൽ ഗോതമ്പും നെല്ലും കാര്യമൊക്കെ കാര്യമായി കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കൊടുത്തു. നീ കേട്ടോളൂ. അയാൾ വേഗം പോയി, ഇനി ഇവിടെ വർത്താനേ ഇല്ല. അപ്പം രാജാവ് പറഞ്ഞു, തുനിബി ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിൽ അയാളെ കൊണ്ടുവരും. ഇപ്പം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു, എല്ലാം പരിഹാരം പറഞ്ഞു കൊടുത്തു, നാടിനെ രക്ഷപ്പെടേണ്ട കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല എന്ത്, ഒരു മുട്ടായി ആയി കൊടുക്കുക. അയാൾ പറഞ്ഞു ഇത്തുനിബി, ഇത് പിന്നെ പറയണ വാക്ക് ആരാത് പറയണത്, രാജാവ്. ഇത്തുനിബി കൊണ്ടുവരും. കാലൽ മലിക്ക് ഇതൊക്കെ പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ഇത്തുനിബി ഇങ്ങോട്ട് കൊണ്ടുവരും. ഫലമ്മ ജാവു റസൂൽ. അപ്പം പിന്നെ അടുത്ത ആൾ വന്നു, ഇർജി ഇലാ റബ്ബിക്ക്. അപ്പോൾ പറഞ്ഞ രാജാവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും. മാ ബാലു നിസ്വത്തിലെത്തി കത്താന ഇതവുന്ന. പിന്നെ കയ്യെ മുറിച്ച പെണ്ണുങ്ങളെ കാര്യമൊക്കെ തീരുമാനിച്ചിട്ട് മതി. ഏതായാലും ഇപ്പം ഇവിടെ എനിക്ക് പരിചയമായി. ഇപ്പം ഇവിടെ ഞാൻ സിറ്റിംഗ് ആയി അവിടെ ജയിലിൽ. ഞാൻ കയ്യെ മുറിച്ച പെണ്ണുങ്ങളെ കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാക്കണം, എന്നിട്ട് ഞാൻ ഇറങ്ങണുള്ളൂ എന്ന് പറഞ്ഞു എന്ന് കാലമാ. അപ്പോൾ രാജാവ് യോഗം വിളിച്ചു. വലിയ വലിയ പ്രഭുകുമാരികളുടെയൊക്കെ യോഗം രാജാവ് വിളിച്ചു കൂട്ടി. മാ ഹത്തുബക്കുന്ന ഇത് റാവത്തുന അൻ യൂസുഫ. അല്ല, യൂസുഫിൻ്റെ പിന്നാലെ കൂടിയ കാലത്ത് നിങ്ങളെ പ്രശ്നം എന്താ, നിങ്ങളെ കാര്യം? അപ്പോഴും കുന്നാശലില്ല പാടിച്ചോനെ മാലിംനാലേമിൻ. അത് നല്ല മനുഷ്യനാണേ. അതേ വാക്ക് പിന്നെ ഇവർ പറയാ, പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് ഹാശലില്ല പാടിച്ചോനെ എൻ്റെ റബ്ബേ. ഇതൊക്കെ നമ്മളെ പെണ്ണുങ്ങൾ പറയുന്ന പോലത്തെ ഒരു വർത്താനാണത്. ഹാശലില്ല എൻ്റെ പഠിച്ചോനെ മാ അലിംന അലൈമിൻ സൂയിൻ. ഈ മനുഷ്യന്റെ മേൽ ഞങ്ങളൊരു തെറ്റിക്കാലം വരെ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞാലോ ഞങ്ങളാണ് കുറ്റക്കാർ പോലെയല്ല. അപ്പോൾ കാമലത്ത് ഇമ്രാത്തുൽ അസീസി ഓള് പിന്നെ നേരത്തെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഓള് പറഞ്ഞു അല്ല ആന ഹാസലാക്കൂ. ഇപ്പം സത്യം വെളിവായ നേരായി. ഇനിയിപ്പോൾ നേരായി പറയാം. ആന റാവത്തു നഫ്സി, ഞാനാ പിന്നാലെ കൂടിയ വൈനഹുലമിന സ്വാദിഖീൻ. സത്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര്? അപ്പോൾ ഇപ്പോൾ കുറ്റവാളി ആരായി?
ഇപ്പം മനസ്സിലായി. നിങ്ങൾ കേട്ടോ യൂസുഫിൻ്റെ മാന്യത. ഇപ്പം കുറ്റവാളി ആരാണ്? സുലൈഖാനെ പറഞ്ഞില്ലേ, അങ്ങനെ റാബത്തു ഞാൻ നഫ്സി, അതിന് പിന്നാലെ കൂടി ആ കുട്ടിന്റെ ഭാര്യക്കാരന്റെ പിന്നാലെ കൂടിയത് ഞാനാണ്. വൈന്നഹു ലമിന സ്വാദിഖീൻ, രാജാവേ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുവന്നോളി, അത് നല്ല മനുഷ്യനാണ്, ഞങ്ങളാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇനി എന്താ അടുത്ത വാക്ക്? വമാ ഉബരിഉ നഫ്സി, എന്നെ മാത്രം ഒഴിവാക്കണ്ട. എന്ന നഫ്സൻ, എനിക്കുണ്ടല്ലോ നഫ്സ് ചീത്ത കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓഹോ, മനസ്സിലായില്ല, പ്രതിഭാഗം മനസ്സിലായില്ല. ഓൾ അംഗീകരിച്ചിട്ടും യൂസുഫ് നബി അങ്ങോട്ട് കൂടി. ഓളെ മാറ്റം ഉത്തരം പറയണ്ട, എൻ്റെ അടുത്തും തെറ്റുണ്ടോ? തെറ്റില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. ഇനി ഇതിലപ്പുറം മാന്യത എന്താ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. അങ്ങനെ തുറന്ന് പറ. തോന്നിയാസം മുഴുവൻ കാട്ടിയിട്ട് എന്നെ ജയിലിലിട്ടാണ്. എന്നാൽ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞില്ലേ നാട്ടുകാർ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ കുറ്റവാളിയല്ല. ഉടനെ പറഞ്ഞ വർത്താനം എന്താ അറിയും? മാ ഉപരി നഫ്സി, കുറ്റത്തിൽ നിന്ന് എൻ്റെ നഫ്സിനെ മാത്രം ഞാൻ ഒഴിവാക്കുന്നില്ല. ഇന്ന നഫ്സല അമ്മാറത്ത് ബിസു, ഏത് നഫ്സ് മനുഷ്യരോട് ചീത്ത കൽപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ഇവിടെ യൂസുഫ് നബി ഇപ്പം എന്താ ചെയ്ത്? സുലൈഖാക്ക് ഒരു ആശ്വാസം കൊടുത്തു. സത്യത്തിൽ കുറ്റവാളിയേ അല്ലാരും മനസ്സുമാണ്, കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്. ഓൾക്കന്നെ അറിയാം കുറ്റം ചെയ്തിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? നിന്നെ മാത്രം ഒഴിവാക്കണ്ട, എൻ്റെ അടുത്ത് കുറ്റം ഉണ്ടാവും. ഇനി ഈ മനുഷ്യനെ പറ്റി മാന്യം എന്നല്ലാതെ എന്താ പറയേണ്ടത്? അതുകൊണ്ടാണ് എല്ലാ അമ്പിയാക്കളും മാന്യന്മാരായിട്ടും ഏറ്റവും മാന്യൻ എന്ന റസൂൽ ആരെപ്പറ്റി പറഞ്ഞത്? ഇതിപ്പോൾ സത്യമല്ലല്ലോ, ഇതിപ്പോൾ എന്തിനും പറഞ്ഞതാണ്. ആ പെണ്ണിന് ഓള് സ്വയം മാനം കെടണ്ട. ഞാൻ ഒഴിവാക്കുന്നില്ല നഫ്സി, എൻ്റെ നഫ്സിനെ ഒഴിവാക്കണില്ല. ഓളെ സത്യം പറഞ്ഞു. ഞാൻ കുറ്റവാളി അല്ലാന്ന് ഓള് പറഞ്ഞു. ഞാനും ഒഴിവാക്കണില്ല. ഏത് നഫ്സ് മനുഷ്യൻ ചീത്ത കൽപ്പിക്കും? ഇല്ല മാ റഹിമ റബ്ബി, ഇന്ന റബ്ബി ഏതെങ്കിലും ആളോട് കരുണ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നഫ്സിന് മാത്രം രക്ഷപ്പെടും. ഇന്ന റബ്ബി ഗഫൂർ റഹീം, ഇന്ന റബ്ബ് ഏറെ പുറത്ത് തരുന്നവനാണ്. അപ്പം സുരിയൊക്കെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, ഓൾക്കും പഠിച്ചോൻ പുറത്തു കൊടുക്കും. അപ്പോൾ ക്ലോസ് ചെയ്തോളെ. ഇപ്പൊ കുറ്റവാളിക്ക് ഈ മനുഷ്യൻ 12 കൊല്ലം ജയിലിൽ കിടക്കാൻ കാരണക്കാരിയാണ് ആര്? അപ്പൊ യൂസുഫ് നബിക്ക് എന്ത് പറയാ? എന്നാ നീ കുറച്ചേരം ഓളെ കടത്തി, നിരപരാധിനെ കടത്തിയല്ലോ, അപ്പൊ ഓള് കുറ്റം അമ്മയിച്ചല്ലോ, നീ 2 ആഴ്ച ഓള് കിടക്കട്ടെ. അങ്ങനെ പറയാലോ? പറയും മനുഷ്യന്മാരെ, അങ്ങനെ പറയാലോ? ഇപ്പൊ രാജാവാണ് ആരെ ഭാഷത്തുള്ളത്? യൂസുഫ് നബിന്റെ ഭാഷത്തുള്ളത്. ഇപ്പൊ ഇവിടെ ആരാണ്? രാജാവല്ലേ? രാജാവിന്റെ മുന്നിൽ തുറന്ന് പറഞ്ഞ സുലൈഖ എന്ത്? മൂപ്പര് കുറ്റവാളി അല്ല, കുറ്റവാളി ആര് തന്നെ? ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ യൂസുഫ് നബി പറയാണ് എന്ത്? കുറ്റവാളി അല്ലാത്ത യൂസുഫ് നബി പറയാണ് എന്ത്? വമാ ഉബരിഉ നഫ്സി, എന്റെ നഫ്സിനെ മാത്രം ഞാൻ ഒഴിവാക്കണില്ല. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസൂ, നഫ്സാണോ ചീത്ത കൽപ്പിക്കും? ഈ നഫ്സ് ചീത്ത കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്റെ ആ പ്രതിഭാഗത്തിനൊരു ആശ്വാസം. ഈ സമയത്ത് രാജാവിനോട് പറയാലോ, നിരപരാധിയായ എന്നെ 12 കൊല്ലം ജയിലിട്ട് വലിയ ആളായി നടന്നല്ലേ, ഇപ്പോൾ സത്യം പറഞ്ഞല്ലോ, രാജാവെ കൽപ്പിക്ക്. 12 കൊല്ലം ഒരാളെ നിരപരാധിനെ ജയിലിടാന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ലല്ലോ. അവിടുന്ന് കുറ്റവാളി തന്നെ സമ്മതിക്കാണ്. കുറ്റവാളിയെ ജയിലിലിറക്കണം ആഗ്രഹം ആർക്കില്ല? പറയാൻ ആർക്കില്ല. സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ സംഭവിക്കും. ഇനി എന്റെ കാര്യം നിങ്ങൾ ഒഴിവാക്കണ്ട, ഞാനും കുറ്റവാളിയാവും. ഇത് മനസ്സുമല്ല, കുറ്റവാളിയാവോ? ഇന്ന് നമ്മളെ രീതി എന്താ? നമ്മൾ ചെയ്ത കുറ്റത്തെ വരെ നിഷേധിക്കുക. നമ്മളെ എതിർ പാർട്ടിന്റെ തലയൊക്കെ എല്ലാം വലിച്ചിടുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ റോൾ മോഡലാ, ലോകാവസാനത്തെ റോൾ മോഡലാണ് ആര്? ഉറപ്പ്. യൂസുഫ് നബിയുമായി ബന്ധപ്പെട്ടതല്ലാത്തൊരു സംഭവം ഇന്ന് ലോകത്ത് നടക്കണില്ല. അതുകൊണ്ടാണ് ഇത് ഈ മനുഷ്യൻ്റെ ലൈഫിൽ ഇന്നിപ്പോൾ ലോകത്ത് നടക്കുന്ന ചതിയ. ഈ മനുഷ്യൻ ചതിയിലാപ്പെട്ടതാ. ഇന്ന് ലോകത്ത് നടക്കുന്നത് പെണ്ണുങ്ങൾ പിന്നാലെ കൂടുക. പെണ്ണുങ്ങൾ പിന്നാലെ കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്നത്തെ ഈ വസ്ത്രരീതികൾ എങ്ങനെയായത്? ഒരു ചെറിയ ടോപ്പ്, പിന്നെ അരക്കെട്ട് മുതൽ താഴെ ഭാഗത്ത് വരെ ഫാൻറ്റ്. ആണോ അല്ലേ? ഞാൻ ഫാൻറ്റ് ഇട്ടോളി, ഞാൻ മുട്ട് വരെ ഒന്ന് മറിച്ചൂടെ? ആരമറിയില്ല. എന്തിന്? ഓള ഈ ഫാൻറ്റ് ഇട്ടതിൻ്റെ ഈ അരക്കെട്ടിൽ അത് കുടിക്കുക, അതുവരെ മറിയില്ല. അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ എന്തുള്ളൂ.
വസ്ത്രമുള്ളൂ. മനസ്സിലായില്ല? ഓളെ പൊക്കിളിനോട് അനുബന്ധിച്ചേ വസ്ത്രമുള്ളൂ, ബാക്കി ഫാൻ്റാണ്. അപ്പോൾ അരക്കെട്ട് മുഴുവനാക്കി കാണാം. ആണോ അല്ലേ? ഇതിപ്പോൾ ഒരു പ്രേരണയല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് മനുഷ്യനെ വഴിതെറ്റിക്കലല്ലേ? അപ്പം ആ സുലൈഖാൻ്റെ കളിയിലാണ് ഇപ്പം ഇന്ന് ആരുള്ളത്? വലിയൊരു ശതമാനം. ഞാൻ മൊത്തം പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാകണ്ട. പക്ഷെ ഞാൻ പറഞ്ഞ സത്യമാണ്. നിങ്ങൾ കണ്ടുകൂട്ടിക്കൊള്ളി. ഇന്നത്തെ പെണ്ണുങ്ങളെ വേഷവിധാനം കണ്ട ആണുങ്ങൾ അവരിൽ ആകൃഷ്ടരാവും. ബലാത്സംഗം നടക്കുന്നുണ്ടെങ്കിൽ ഒരു അളവിൽ കുറ്റവാളി ആരെന്നെയാണ്? പെണ്ണ് തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പഠിച്ചോനെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചതിയിലാപ്പെടുന്നുണ്ട്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഇന്ന് ലോകത്ത് ഇത് തിരിച്ചു വന്നു. എന്തിന് ഖുർആൻ ഈ ഇതിലൊരു നിസ്കാര കണക്കോ നോൽമ്പിൻ്റെ കണക്കോ ഒന്നും എന്തിലില്ല? സൂറത്ത് യൂസുഫില്ല. ഒരു മനുഷ്യൻ്റെ ഓട്ടോബയോഗ്രഫി മിൻ അവ്വലിലാഹിരി. അവസാനം ആ മനുഷ്യൻ എന്ത് പറയാനോ? എന്ത്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീൽ അഹാദീസ് ഫാത്തിറ അസ്സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറതി തവഫനി മുസ്ലിമൻ. ജിന്ന മുസ്ലിമായി ഒരുമിച്ചേരണം. അപ്പം മരിക്കണോട് തെറ്റിട്ടാണ് എന്ത് സൂറത്ത് അവസാനിപ്പിക്കുന്നത്? ഇനി എനിക്ക് മരിച്ചാൽ മതി. ആര് പറയാ? കുട്ടിയായി സ്വപ്നം കണ്ടത് മുതൽ തുടങ്ങിയിട്ട് അവസാന ജീവിതം വരെ ഇത് ഇങ്ങനെ ഖുർആൻ പറഞ്ഞൊരു വ്യക്തിയില്ല. എന്നിട്ട് ആ വ്യക്തിയെ പറ്റി അവസാനം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പാടുണ്ട്. ആദ്യം തന്നെ പറഞ്ഞു നഹ്നു നഖുസ്സു അലൈക, നിനക്ക് ഞാൻ, താങ്കൾക്ക്, ഇനി നമ്മൾ ഓരോരുത്തരോടും ഖുർആൻ സംബോധനയല്ലേ, നിനക്ക് ഞാൻ പറഞ്ഞുതരാം അഹ്സനൽ ഖസസി, കഥകളിൽ ഏറ്റവും മനോഹരമായ കഥ. അവസാനം പറഞ്ഞു ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് ഇതിൽ ഗുണപാഠമുണ്ട്. ആരുടെ ജീവിതത്തിൽ? ഇന്നിപ്പോ നമ്മളെ ജീവിതം മുഴുവനും ആരുമായി ബന്ധപ്പെട്ടതാണ്? യൂസുഫ് നബി. ഈ യൂസുഫ് നബിക്ക് അനുസരിച്ച് നമ്മളോട് ജീവിച്ചാൽ നന്നാകാത്തൊരു ജീവിതമല്ല. അതെന്നെ റമളാനിൽ നമ്മൾ കാണിക്കണ്ടോ? ഇനി വർത്താൻ ഞാൻ ലാസ്റ്റ് രണ്ടുമൊക്കെ പറഞ്ഞു. അതെന്നെ കാണിക്കേണ്ടത്, റമളാനിൽ കാണിക്കേണ്ടത് യൂസുഫ് നബി കാണിച്ച മാന്യത. എന്നാൽ റമളാൻ എന്നോട് മാന്യത കാണിക്കുകയും ചെയ്യും. പറഞ്ഞാലേ ലാസ്റ്റ് റമളാൻ്റെ മാന്യതയാണ്. റമളാൻ്റെ മാന്യത റമളാൻ നമ്മളോട് കാണിക്കും. നമ്മൾ യൂസുഫ് നബിയായി ജീവിച്ചാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ നോക്കി നിൽക്കുക. അവളെ ജയിലിലിടണം എന്ന് ഒന്നുമില്ല, ഒന്നും. അപ്പൊ രാജാവ് പറഞ്ഞു എൻ്റെ അടുക്കൽ വലിയ സ്ഥാനം മുതലാണ് യൂസുഫ്, ഇന്ന് മുതൽ നിങ്ങളാളാണ്. ഇതൊക്കെ പറഞ്ഞ് രാജാവ് വലിയ അംഗീകാരം കൊടുത്തു. ആർക്ക്? എന്നാൽ അതിൻ്റെ പേരിൽ ആ പെണ്ണുങ്ങളെ ശിക്ഷിക്കേ, അവരോടൊരു മാന്യതക്കേട് കാണിക്കേ, അവരെ പറ്റി മോശപ്പെട്ടൊരു വാക്ക് പറയേ, ഒന്നും ഉണ്ടായില്ല. മാന്യത മാത്രം ചെയ്തു. ഈ മനുഷ്യനാണ് ചരിത്രത്തിൽ ഒരേ ഒരു സ്ഥാനാർത്ഥി. ഇതിലും പാടുണ്ട്. ഈ ആളെ സ്ഥാനാർത്ഥിയാകൽ ചിലപ്പോൾ മനുഷ്യൻ നിർബന്ധവും. ഇത് യൂസുഫ് നബിയുടെ പാടാണ്. ഇന്നിപ്പോൾ എല്ലാവരും സ്ഥാനാർത്ഥിയാകാൻ പോയനോരാ. ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ യൂസുഫ് നബി നോക്കി, നിങ്ങൾ യൂസുഫ് നബിയുടെ സ്ഥാനാർത്ഥിയാവുകയാണ്. കണ്ടോളൂ യൂസുഫ് നബി സ്ഥാനാർത്ഥിയാകുക. എന്താ അവിടെ കണ്ടില്ലേ? 55-ാമത്തെ ആയത്ത് 55 വഖാല ജഅൽനി അലാ ഖസാഇനിൽ അർളി, ഈ മിസ്റിലെ ഖജനാവുകളെല്ലാം എന്നെ ഏൽപ്പിക്ക്. ഇത് സ്ഥാനാർത്ഥിയാണ്. സ്ഥാനത്തെ അർത്ഥിക്കുന്നവനാണല്ലോ എന്ത് സ്ഥാനാർത്ഥി. ഇതിനൊരു പാടുണ്ട്. ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നവനല്ലാതെ ഒരു സ്ഥാനത്തെ അർത്ഥിക്കാൻ പാടില്ല. ഭയങ്കര പാടാണ്. ഇന്നിപ്പോൾ നാടാകെ സ്ഥാനാർത്ഥിയാണ്. ഒരു കക്കാനല്ലാതെ പോകാൻ ആഗ്രഹിക്കണല്ലേ? 10 ലക്ഷം 15 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ടാണ് വാർഡിൽ മത്സരിക്കുന്നത്. എത്ര വാർഡിൽ നിന്ന് കിട്ടുക? 5 കൊല്ലം കിട്ടിയാൽ എത്ര കിട്ടും? അപ്പോൾ കൊല്ലത്തിൽ 96,000 ഉറുപ്പിക കിട്ടും. 5 കൊല്ലത്തിലോ? പറയടാ, കണക്കൂട്ടി പറയും. 96,000 ഉറുപ്പികയാണ് കൊല്ലത്തിൽ കിട്ടുക. ബത്ത ഒരു അലവൻസ് കിട്ടും. 8,000 × 12 = 4,50,000. അതിന് 5 കൊല്ലം കടഞ്ഞ് പായണം. എന്തും വേണം. തുടക്കത്തിൽ 15 ലക്ഷം വരെ, അതൊക്കെ ഇന്ത്യത്തെ ചെറിയ അറിവേർക്ക് കിട്ടോ. ചുരുങ്ങിയതൊരു 15 ലക്ഷമെങ്കിലും അവിടെ ചിലവാക്കിയിട്ടുണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞു ഒരാൾ. പഞ്ചായത്ത് നമ്പർ കഴിഞ്ഞ് തീർക്കണം. ചിലപ്പോൾ അതിനേക്കാൾ വലിയൊക്കെ ഉണ്ടാവും. എന്നോട് പറഞ്ഞ ഒരാൾ മറ്റയാളെ പറ്റി പറഞ്ഞു, ഓൻ ആ വാർഡിൽ 15 ലക്ഷം ചിലവാക്കിയിട്ടുണ്ടാവും. ഇതിപ്പം മര്യാദ കിട്ടൂലല്ലോ.
5 കൊല്ലം കടഞ്ഞു പാഞ്ഞാൽ എത്ര കിട്ടുള്ളൂ? 4 എത്ര? 4,80,000, 4,80,000 കിട്ടും. അപ്പൊ ഇവരാണ് ഇപ്പൊ സ്ഥാനാർത്ഥി. ഇതിൽ യൂസുഫ് നബിയെ പാഠം. യൂസുഫ് നബി സ്ഥാനാർത്ഥി ആകാം. അതൊരു വലിയ കാര്യമാണ്. സത്യത്തിൽ മോശപ്പെട്ട കാര്യത്തെ നല്ല കാര്യമാക്കണം ആര്? എന്തുകൊണ്ട്? ഈ രാജാവ് അത് ക്ഷണിച്ച് കൈകാര്യം ചെയ്ത സ്ഥിതിക്ക് രാജാവിനെ അന്തം വിടുകയാണ്. ഇത് കൈകാര്യം ചെയ്യില്ലെങ്ങനെ? അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഏറ്റെടുക്കുകയാണ്. കാരണം ഇവിടെ ഇനി 2 കാര്യം നടക്കേണ്ടതുണ്ട്. 1 കൃഷി, 2 സംരക്ഷണം, 3 റേഷൻ. ഇത് 3നും കഴിയുന്ന ആൾക്ക് ആ നാട്ടിൽ ഇല്ല. പണിയെടുക്കണം, വെയിലത്ത് നിന്ന് പണിയെടുക്കണം. 7 കൊല്ലം വെയിലത്ത് നിന്ന് ഓടി പണിയെടുക്കണം. നാട്ടിൽ അങ്ങോട്ട് ഓടി. രാജാവിന് 1-ാം ദിവസം തന്നെ രാജാവിനോട് എന്ത് പറയുന്നത്? ഒരൊറ്റ നേരത്തെ ഭക്ഷണം മതി, ഒറ്റ നേരത്തെ ഭക്ഷണം, പിന്നെ ഭക്ഷണമില്ല. പിന്നെ കിട്ടുക അതോ ഇതോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒപ്പിച്ചോളി. ഭക്ഷണമായി നമ്മൾ ധാന്യപ്പുരയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അടുപ്പത്തിട്ടിട്ട് കഴിക്കുന്ന ഭക്ഷണം, തീയിൽ വേവിച്ചിരിക്കുന്ന ഭക്ഷണം 1 ദിവസം 1 നേരം. കാരണം ഇവിടെ 14 കൊല്ലം ഒപ്പിക്കണം. ആദ്യത്തെ 7 കൊല്ലം നിങ്ങൾ തിന്നാനുള്ളതല്ലോ, സൂക്ഷിക്കാനുള്ളതല്ലേ. ഇല്ല കലീലൻ കുറഞ്ഞ് നിങ്ങൾക്ക് തെക്കിലൂന നിങ്ങൾക്ക് തിന്നാനുള്ള അല്പമാണെങ്കിൽ അതിന് എടുക്കാം, ബാക്കി നിങ്ങൾ ഗോഡൗണിലിടണം. നമ്മൾ പെരുന്നിട്ട് എന്നാൽ എന്നൊക്കെ ഉണ്ടാവില്ല, അടുത്ത 7 കൊല്ലം 1 മണി ഉണ്ടാവില്ല. അപ്പം 1 നാടാകെ കൃഷി ചെയ്യണം. ഞങ്ങൾ ഫയ്യൂമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പണ്ട്. അൽഫിയവും 1000 ദിവസം യൂസുഫ് നബി പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഒരു ഏരിയ കൃഷിയോഗ്യമാക്കി. ആ സ്ഥലത്തിന് ഇപ്പോഴും ഫയ്യൂം എന്നാ പറയുക ഈ മിസ്രികൾ. ഫയ്യൂം എന്ന് പറഞ്ഞാൽ കൈക്കോട്ട് വെച്ച സ്ഥലം. അൽഫിയവും 1000 ദിവസം കനാല് വെട്ടി. മനസ്സിലായില്ല? പുഴയിൽ നെയിൽ നദിയിൽ എന്ത് ചെയ്തു? ചിറകെട്ടി. നെയിൽ നദിയിൽ ചിറകെട്ടിയിട്ട് കനാല് കെട്ടി. ഇറിഗേഷൻ. ലോകത്തെ ആദ്യത്തെ ഇറിഗേഷൻ സംവിധാനം കൊണ്ടുവരുന്നത് ആരാ? അങ്ങനെ തന്നെ, ചരിത്രം തന്നെ അങ്ങനെയാണ്. ലോകത്തെ ആദ്യത്തെ ഇറിഗേഷൻ യൂസുഫ് നബിയുടെ അലൈഹിസ്സലാം. അതിനൊക്കെ പറ്റും തന്നെ. ഞങ്ങൾക്ക് വിളിക്കാം. അപ്പൊ കേൾക്ക്. അപ്പൊ ആ വ്യക്തിയാണ്, അത്ര ഒരു മാന്യനായ വ്യക്തിയാണ്. ആരാവേണ്ടത്? ഇതിൽ നമുക്ക് പാടേണ്ടത് ഒരു വ്യക്തി ആരാകണം? മാന്യനാകണം. ആ മാന്യൻ മാത്രമേ മാന്യനാകണം. പിന്നെ ഞാനല്ലാത്തൊരാളത് കൈകാര്യം ചെയ്താൽ ആ ജനങ്ങൾക്ക് നഷ്ടേ ഉണ്ടാവുള്ളൂ എന്നൊരു വ്യക്തിക്ക് ബോധ്യപ്പെട്ടാൽ അവൻ എന്താകാം? ആ സ്ഥാനാർത്ഥിയാകാം. ഇല്ലെങ്കിൽ അതുകൊണ്ട് കുടുങ്ങുവാൻ നാളി എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാഠം. ജീവിതം മുഴുവനും റോൾ മോഡൽ, ആഖിർ സമാന്റെ റോൾ മോഡൽ അതാണ്. ഭക്ഷണം കുറച്ചു. ഒരു ഭരണാധികാരി ആദ്യം ചെയ്യേണ്ടത് എന്താ? നാട്ടുകാർക്ക് പട്ടിണി വരുന്ന മുമ്പ് ആ ഭക്ഷണം ആദ്യം കുറക്കണം. കാര്യം ഞാൻ ഏറ്റെടുക്കാം, പക്ഷെ നിങ്ങളൊരു നേരം എന്നാ പാടുള്ളൂ. ഞാനും പ്രഭു വീടുകൾ മുഴുവൻ ഒറ്റ നേരം ഭക്ഷണം, ബാക്കി എന്ത് കിട്ടി? മാങ്ങ ചക്ക തിന്നോളി. അടുപ്പത്തിട്ട ഭക്ഷണം എന്ത്? ഒറ്റ നേരം. പിന്നെ നിങ്ങൾ കിട്ടി തിന്നോളി. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ രാത്രി ഒരു ചോറുണ്ടാക്കും, പിന്നെ ചക്കയും മാങ്ങയും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ പഴയ കാലത്തൊക്കെ അതേക്കെ ഈ സംവിധാനമൊക്കെ കൊണ്ടുവരാണ്. അപ്പം നോക്കി നിങ്ങൾ ആ മനുഷ്യൻ്റെ മാന്യത. ഇനി അത് കഴിഞ്ഞു. അപ്പം ഈ സുലൈഖയോട് വരെ ഒരു മാന്യതക്കേട് ആരും കാട്ടിയില്ല. 12 കൊല്ലം താൻ ജയിലിൽ അകപ്പെടാനും എല്ലാത്തിനും കാരണക്കാരിയായ ആ പെണ്ണിനെ വരെ ഉപദ്രവിച്ചില്ല. അവൾ അർഹതപ്പെട്ട ഒരു ശിക്ഷ വെക്കുന്നുണ്ട്, അതിന് പോലും കൂട്ടു നിർത്തില്ല. സാരമില്ല, എന്നെയും കുറ്റം പറയണ്ട, ഞാനിപ്പോൾ എനിക്ക് ഉത്തരവാദി തന്നെയാണ് എന്ന്, എന്നെയായിട്ട് ഒഴിവാക്കണ്ട എന്ന്. എന്നാ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇത് ജീവിതത്തിൽ ഒരു അബദ്ധം ചെയ്യാത്ത മനുഷ്യനാണ് ഈ മനുഷ്യൻ. മനസ്സിലായി? പക്ഷേ ഈ മനുഷ്യൻ ആരാണ്? മാന്യനാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി അടുത്ത് നമ്മൾ യഹ്വത്ത് യൂസുഫ 58-ാമത്തെ ആയത്ത്. ഇനിയിപ്പോൾ നമ്മൾ പൊട്ടക്കിണറ്റിലേൽ വരിക. ഇതിലൊക്കെ പാടാം. ഇനി മറ്റേ കൂട്ടരുണ്ടല്ലേ, ആര് ബാപ്പാനെ ഒറ്റക്കാക്കാൻ വേണ്ടി ഈ കുട്ടിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടോര് പിന്നെ വരികയാണ് ഇവിടേക്ക്. മിസറിലേക്ക്. മിസറിന് റേഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വരും. അങ്ങനെ വേണ്ടി അറിഞ്ഞ് വരിക. അപ്പം വരുമ്പോൾ ബാതിലടച്ചോളി, ഇവരാണ് ആ കള്ളന്മാർ. പറഞ്ഞോ? ഇല്ല, ഞങ്ങൾക്ക് വേഗം പോകണം എന്ന് പറഞ്ഞപ്പോൾ രാജവിരുന്ന് കഴിക്കാതെ പോകാൻ പാടില്ല. എന്നിട്ട് അന്നത്തെ രാത്രി അവിടെ എന്ത് ചെയ്തു? ആ വിരുന്നൊരുക്കി, നല്ല വിരുന്നൊരുക്കി. എല്ലാവർക്കും നിറച്ച് ഒരു ഒട്ടകം ഏറ്റാൻ മാത്രമാണ് ഓരോരുത്തർക്കും കൊടുത്തത്.
അവരതിനെ കുറച്ച് റേഷൻ വരുന്നവന് വാങ്ങണ പൈസ കൊടുക്കണം, ചെറിയൊരു എന്തെങ്കിലും കൊടുക്കണം. ജോലിക്കാരോട് പറഞ്ഞു, ഒരു കൊണ്ടുവരുന്ന പൈസ നിങ്ങൾ എന്ത് തന്നെ ഇട്ടാൽ ഓലെ ചാക്കിനെ മുന്നിൽ കിട്ടിക്കളി. മനസ്സിലായില്ല? ആ പൈസ നമുക്ക് വേണ്ട, ഒരു കൊണ്ടുപോയിക്കോട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഒരത്ര ദൂരത്തുനിന്ന് വരികയല്ലേ അവർ. പണ്ടെന്ന പൈസ വരെ എന്ത് ചെയ്താളി മനസ്സിലായില്ല? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജേട്ടന്മാർ ഇവരാരാണ്? അവസാനമായിട്ട് ഇവരെ കാണുന്നത് എന്നാ? പൊട്ടക്കണ്ടിന് കാലുടിച്ചിട്ട് തട്ടിയിട്ടു. പിന്നെ കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ വലിയ വയസ്സന്മാരൊക്കെ ആയി. പത്തിന് 40 കൊല്ലം കഴിഞ്ഞു വരിക. അപ്പൊ എന്താ യൂസുഫ് നബിക്ക് മനസ്സിലായി ഇത് നമ്മളെ കാക്കാരാ. ഓൽക്കറിയില്ല. ആർക്കറിയും? യൂസുഫ്. മറ്റേത് 12 വയസ്സായ കുട്ടീനെ വിട്ടുപോകുന്നതില്ല. രാജാവ് സ്ഥാനത്ത് ഓലുറപ്പിച്ചത് ദൈവം പോയിട്ടുണ്ട്. കാരണം ഇത് ജീവൻ പോയിട്ടുണ്ടാവും, അതേപോലെ ആരെയും കൊണ്ടുപോയിട്ടുണ്ടാവും, എവിടെയെങ്കിലും അടിമയായിട്ട് വളർത്തിട്ടുണ്ടാവും എന്നൊക്കെ ഇവർ കണക്കാക്കണത്. ഇവർ ചെന്ന് നോക്കുമ്പോൾ മനസ്സിലായി രാജസ്ഥാനത്താണ് ഇരിക്കണത്. രാജാവ് അന്ന് റബ്ബർ സ്റ്റാമ്പാ. പണി മുഴുവൻ ആരതാ? എല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാ? സ്വർണത്തിൻ്റെ സിംഹാസനം. സ്വർണത്തിൻ്റെ ചില തഫ്സീറുകൾ കാണാം, സ്വർണത്തിൻ്റെ സിംഹാസനം, സ്വർണത്തിൻ്റെ കിരീടം, പിന്നെയോ രാജവസ്ത്രം, അതിന്റെ ബട്ടൺസ് സ്വർണം. ആ ശരീഅത്തിൽ സ്വർണ്ണ ഹലാല. സ്വർണം ഹറാമാക്കിയ ഒറ്റ ശരീഅത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർണത്തിന്റെ സിംഹാസനം, കിരീടം ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഒരു നാട്ടിൽ പോയി പറഞ്ഞിട്ട് ബാപ്പാ രാജാവിനൊന്ന് കാണണോ? ചോർക്ക് പറയണ്ട. പിന്നെ ഇരിക്കണ ഇരുത്തം എന്താണ്? സിംഹാസനം. അതിൻ്റെ പൊളുക്ക് കിട്ടിയാൽ മതി നമുക്ക്, വ്യാസനൊന്നും വേണ്ട, അതിൻ്റെ സൈഡ് കിട്ടിയാൽ മതി. ഭയങ്കര ഉഷാറായിട്ടിരിക്കുക. അപ്പോൾ യൂസുഫ് നബി മനസ്സിലായിട്ട് നമ്മളെ മറ്റേ പൊട്ടക്കെട്ടിലിട്ടവരാണ്. കാര്യങ്ങളൊക്കെ ചോദിച്ചു. അല്ല നിങ്ങൾ ഇത്തരം മക്കളേ ഉള്ളൂ, 10 ആളേ ഉള്ളൂ? അല്ല, ഒരുത്തനും കൂടിയുണ്ട്. ഓനെ പിന്നെ വാപ്പ വിടൂല. ഓനെ വാപ്പക്ക് വലിയ ഇഷ്ടമാണ്. വേറെ ഒരുത്തണ്ടായിരുന്നു, ഓനെ ചെന്നായി കടിച്ചു തിന്നു. പിന്നെ ആരെങ്കിലും ഉണ്ടോ? അല്ല നിങ്ങൾ 10 ആളേ ഉള്ളൂ? അല്ല ഞങ്ങളൊരാളും കൂടി ഉണ്ട്. എന്താ ഓനെ വാപ്പാക്കോനെ ഭയങ്കര ഇഷ്ടം, ഓനെ വിടൂല. 11 മക്കളങ്ങൾ? അല്ല വേറെ തന്നെ ഓനെ ചെന്നായി അടിച്ചിട്ടുണ്ടതാണ്. ഒന്ന് പറഞ്ഞു ഇല്ല, ആയിക്കോട്ടെ. നല്ല ഭക്ഷണം കൊടുത്ത് ഒട്ടകത്തിന് ഏറ്റാൽ മാത്രം ഓരോരുത്തർക്കും റേഷൻ കൊടുത്ത്, റേഷൻ കൊണ്ടുവന്ന പൈസ ആ ചാക്കിൽ തന്നെ കെട്ടിക്കൊടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു എന്ത്, പിന്നെ ഒരൊട്ടകത്തിനും ആ ഏറ്റവും മാത്രമല്ലേ കിട്ടുന്നത്, നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ ആ 5നെയും കൂടി കൊണ്ടുവന്നാണ്. ഓൻ്റെ കൂടി കിട്ടൂലേ? ആ 5നെയും കൂടി നിങ്ങൾ തന്നെ നല്ല മനുഷ്യന്മാർ. അപ്പൊ നിങ്ങളെ ബാപ്പാക്ക് ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളെക്കാൾ നല്ല ആളാണ്. അപ്പൊ അയാളെ കാണാൻ എനിക്ക് പൂതിയാണ്. കൊണ്ടുവരണം, നിങ്ങൾ അയാളെയും കൊണ്ടുവരണം. നിങ്ങൾക്ക് ഞാൻ എല്ലാം ചെയ്തു തരും, പിന്നെ ഒട്ടകം നിറച്ചു തരും. മാത്രമല്ല അയാളെ എനിക്കൊന്ന് കാണണ്ടേ. നിങ്ങളോ നല്ല മനുഷ്യന്മാര്, നിങ്ങൾ തന്നെ നല്ലൊരു, നിങ്ങൾ തന്നെ വാപ്പ വിടാൻ പാടില്ല. നിങ്ങളെ വിട്ടിട്ട് അവിടെ പാർപ്പിക്കണ ആ അനുജനാണ് അത്രയും വലിയ മഹാനാവുമല്ലോ. അപ്പൊ അതിന് എനിക്കൊന്ന് കാണണ്ടേ, നിങ്ങൾ കൊണ്ടുവരും. അങ്ങനെ അവർ പോയി. പിന്നെ ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ ഒരു നിലക്കും വിടില്ല. എന്ത്, നിങ്ങൾ യൂസുഫിനെ തന്നെ കൊണ്ടുപോയി ബാക്കിയുള്ള വിടൂല. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഈ എന്ത് ചെയ്ത് നിങ്ങൾ സത്യം ചെയ്ത് തരാറിന്. മൂത്തക്കാക്ക യഹൂദ എന്നാണ് മൂത്തക്കാക്കൻ്റെ പേര്. സത്യമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ എന്ത് ചെയ്തു, ആ 5നെയും കൊണ്ട് വരും. അപ്പോൾ എന്ത് ചെയ്തു, ആ അനുജൻ അവിടെ നിൽക്കാനുള്ളൊരു വഴി ഉണ്ടാക്കി. തലേന്ന് രാത്രി ഒറ്റക്ക് 10 ആൾക്കും ഈ 2 ആൾക്ക് റൂം കൊടുത്തു. അപ്പോൾ നോക്കുമ്പോൾ 11ാമത്തോന് എന്തില്ല, ഇക്കാക്കാർ ഓരോ 5 റൂം കൊടുത്തു. 5 റൂമിൽ 2 ആൾ. പിന്നെ 6ാമത്തെ റൂമിലേക്ക് നോക്കുമ്പോൾ ഒരാൾ ഒറ്റക്ക, 2 ആളെ റൂമിൽ കിടക്കേണ്ടത്. അപ്പോൾ രാജാവ് എന്ത് പറഞ്ഞു, രാജസ്ഥാനത്താണ് അപ്പോൾ യൂസുഫ് നബി, രാജാവില്ലേ രാജസ്ഥാനത്തെ രാജാവ് റബ്ബർ സ്റ്റാമ്പാ. അപ്പോൾ എന്ത് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ കിടന്നോളാം. വാതടച്ച് പറഞ്ഞു, എനിക്കിന്ന് മനസ്സിലായി. ഞാനാരാ? യൂസുഫ്. താരോട് പറയണ്ട, ഞാൻ യൂസുഫ്, താരോട് പറയണ്ട. മനസ്സിലായി ചിന്തിക്കും, ഇത് പഠിക്കണ്ട, ഞാൻ യൂസുഫ്. പിന്നെ നാളെ ഇവിടെ നിൽക്കാനുള്ളൊരു പണി ഞാൻ ഒപ്പിക്കും.
ഒന്നും ഉണ്ടണ്ട. അങ്ങനെയാണ് എന്ത് ചെയ്യണത്. രാജാവിൻ്റെ സ്വർണ്ണ അളവ് പാത്രം എന്ത് ചെയ്തു? ബിന്യാമിൻ്റെ. അത് ബിന്യാമി തന്നെ അറിവോട് കൂടിയാണ്, അത് കളവുമല്ല. ബിന്യാമിനെ ചതിച്ചല്ല, ബിന്യാമിനെ ചതിച്ചല്ല. ചിലർ പറയും ബിന്യാമിനെ ചതിച്ചില്ലേ, ബിന്യാമിനെ ചതിച്ചല്ല. നേരത്തെ പറഞ്ഞു കൊടുക്കും, ഞാനൊരു ഒപ്പിക്കും, ഈ ഇവിടെ നിൽക്കണം, ഹിക്മത്ത്. അവിടെ ഈ ബിന്യാമിനെ ചതിച്ച് ജയിലിൽ നിർത്തിയില്ലേ? ജയിലല്ല, ഓരോ മുന്നിലാണ് ജയില്. ജയില് കൊട്ടാരാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞു. ഇവര് പിറ്റേന്ന് എന്ത് ചെയ്തു? രാജാവിൻ്റെ സ്വർണ്ണ അളവ് പാത്രം കാണാനില്ലാതെ തലേന്ന് ഇവർ ശട്ടം കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നു. അപ്പൊ യഹൂദ മൂത്ത കക്ക എന്ത് പറഞ്ഞു? ഞാൻ ഈ നാട്ടിൽ തന്നെ പോകില്ല, ബിന്യാമിൻ ജയിലിന് വിടാതെ. മുഫർ അവിടെ ഇറങ്ങിപ്പോയി. ബാക്കിയുള്ള 9 ആൾ തിരിച്ചും പോയി. മനസ്സിലായോ? അവർ തിരിച്ചുപോയി നാട്ടിലെത്തി. പിന്നെ അവർക്ക് നിക്കക്കള്ളില്ല, കാരണം റേഷൻ ഇത് കഴിഞ്ഞാൽ പിന്നെയും തിന്നണ്ടേ. 100-200 ആളുണ്ട് പേരമക്കൾ അപ്പഴത്തിന്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. 100-200 ആളായിട്ടുണ്ട് അപ്പഴത്തിന്. അപ്പൊ ഈ ഒട്ടകപ്പുറത്ത് കൊണ്ടുപോയ സാധനം അവർക്ക് തിന്ന കഴിഞ്ഞു. പിന്നെ അവര് പിന്നെയും വന്നു ഇളിച്ചു വരികയെന്ന് പറയും. മനസ്സിലായോ? ഇളിച്ചിന് പറ്റിയിട്ട് രൂപത്തിന് പിന്നെയും അവർ വന്നു. എന്തിന്? അവരന്ന് പറയുന്ന ഒരു വർത്താനം ഉണ്ട്. എന്ത്? അവര് പറയുന്ന വർത്താനം ഇവിടെ ഉണ്ട്. എവിടെ? അവിടെ പറഞ്ഞ അവിടെ ഉണ്ട്. അവർ പറയുന്ന വർത്തമാനമുണ്ട്. അവർ പറയുന്നുണ്ട്. എന്തെന്നറിയോ? അയ്യോ പിന്നെ ഒരു വരികയാണ്. ബാപ്പ പറഞ്ഞേക്കും ചെയ്യും, എൻ്റെ യൂസുഫ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോഴത്തേനും പേര് പറയും, യൂസുഫ് എന്തുണ്ടാകാൻ, എത്ര 40 കൊല്ലത്ത് മുമ്പത്തെ യൂസുഫ്. എന്നാ ബിന്യാമീനെ കിട്ടും വേണം, യഹൂദാനെ കൊണ്ടുവരും വേണം, യൂസുഫിനെ അന്വേഷിക്കും ചെയ്യാം. ബാപ്പ പറഞ്ഞു അന്വേഷിച്ചാൽ കിട്ടും. അങ്ങനെ അവർ അപ്പോഴത്തേനും അരി കഴിഞ്ഞും ചെയ്തു. പിന്നെ റേഷൻ വരികയാണ്. അരിയും ഗോതമ്പ് കൊണ്ടുപോയത് തീരുമല്ലോ. അങ്ങനെ വന്നപ്പോൾ അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഫലമാ ദഖലു അലൈഹി. ഈ കേട്ടോ ആ മനുഷ്യൻ്റെ മാന്യത. 88-ാമത്തെ ആയത്ത്. ഫലമാ ദഖലു അലൈഹി, പിന്നെ ഇളിഞ്ഞും കൊണ്ട് വന്നു. ഖാലു, അവർ പറഞ്ഞു, ആയുൽ അസീസേ, അതായത് പ്രഭുവോ, മസ്സന വാഹിലനെ തോറും ഞങ്ങൾ കുടുംബം പിന്നെ പട്ടിണിയിലായി. അപ്പോൾ ജീനാബി ബിലായത്തിൻ മുസ്ജാത്തിൻ, ഞങ്ങൾ പിന്നെ എടുക്കാൻ പറ്റാത്ത നാണയമൊക്കെ പഴയ കാലത്ത് നിങ്ങളെത്തു വന്നപ്പോൾ നല്ല നാണയം ഉണ്ടായിരുന്നു, അത് ചാക്ക് കിട്ടി നിങ്ങൾ അങ്ങനെ കൊടുത്തയച്ചു. ഇപ്പോഴിപ്പോൾ ദേശം വരാൻ ഞങ്ങൾക്ക് ഇവിടെ അർഹതല്ല, കാരണം ഞങ്ങളിവിടെ കളവ് കേസിൽ പെട്ടതാ. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന നാണയം നല്ല നാണയമല്ല, വോട്ടർക്കാൽ. ആ നാണയം ഒരാളോട്ട് എടുക്കില്ല. ആജാതി നാണയം കൊണ്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് രാജാവേ. പക്ഷേ പിന്നെ എന്ത് ചെയ്യാണ്? പിന്നെ പറഞ്ഞ വാർത്ത നോക്കി നിങ്ങൾ. പിന്നെ ഫൗഫിലെന്നൽ കയ്യില, അളവ് നിങ്ങൾ കുറക്കരുത്. സദ്ദക്ക അലീന, കുറച്ച് സദക്കയും തരണം. അതായത് ഞങ്ങൾ റേഷങ്ങൾ പൂർത്തിയാക്കി പണ്ട് തന്ന അത്ര ഒട്ടകത്തിന് വഹിക്കാൻ മാത്രം കൊണ്ടുവരും വേണം. ഞങ്ങളെ നാണയം നല്ല നാണയമല്ല, അപ്പോൾ അത് നോക്കി നിങ്ങൾ അളക്കണ്ട. നിങ്ങൾ ഞങ്ങൾക്ക് ഒട്ടകത്തിന് പണ്ട് പൂർത്തിയാക്കി ഒട്ടകം ഏറ്റാൻ മാത്രം തന്നില്ല, അങ്ങനെ തരും വേണം. സദ്ദക്ക അലീന, പണ്ടത്തേനേക്കാൾ കുറച്ച് കൂട്ടിയും തരണം. ഞങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതനുസരിച്ച് കുട്ടികൾ അവിടെ അങ്ങനെ എണ്ണം കൂടിയും കൊടുക്കണം. കുറച്ച് സദക്കയും തരാണ്. പിന്നെ എന്നിട്ട് പിന്നെ ഒരു ബയലറി അള്ളാനെ പറ്റി ആരെയും ബയലറി യജ്സിൽ മുത്തസദ്ദിഖീൻ, സദക്ക കൊടുക്കണവരൊക്കെ അള്ളാഹു തആല വലിയ കൂലി കൊടുക്കും. നിങ്ങൾക്ക് അറിയില്ലേ രാജാവേ? നമുക്ക് മേസറിക്ക് പോകണ്ടേ? നമുക്ക് രാജാവിൻ്റെ കൂലി കിട്ടണ്ടേ? അല്ല, പടച്ചോൻ്റെ കൂലി കിട്ടണ്ടേ? ഇന്നല്ലാഹ യജ്സിൽ മുത്തസദ്ദിഖീൻ, നിങ്ങൾ കുറച്ച് സദക്ക ഞങ്ങൾക്ക് തരണം. സദക്ക കൊടുക്കണവരൊക്കെ അള്ളാഹു തആലക്ക് വലിയ പ്രതിഫലം കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? സദക്ക തരണം. നമ്മളൊക്കെ മേസറി കൂടേണ്ടവരല്ലേ? അപ്പൊ ചോദിച്ചു, അല്ല ഇനിയിപ്പം വല്ലാതെ പോണ്ട. ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇത് അൻതും ജാഹിലൂൻ. വിവരല്ലാത്ത അന്തല്ലാത്ത കാലത്ത്, നിങ്ങൾ മോശമൊന്നുമല്ല, എന്നാലും അന്തല്ലാത്തൊരു കാലം നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് നിങ്ങൾ ആ യൂസുഫിനെ വല്ലതും ചെയ്തിരുന്നോന്ന് ചോദിച്ചു. ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി, യൂസുഫിൻ്റെ ആഖിനെയൊക്കെ നിങ്ങൾ വല്ലതൊക്കെ ചെയ്തിരുന്നു. ഇത് അന്ത് ജാഹിലൂന, നിങ്ങളായി ചെയ്യൂല, വിവരമില്ലാത്ത കാലമാണ്. അപ്പോഴും ആക്രമിക്കണില്ല. നിങ്ങൾക്ക് അന്ന് എന്തില്ല? അപ്പോൾ അവർക്കില്ല വിതർ രാജാവെന്നെ പറഞ്ഞു കൊടുത്തു. എന്ത്? നിങ്ങൾക്ക് അന്ന് എന്തില്ലാത്തതുകൊണ്ടാണ്. വിവരമുണ്ട്, നിങ്ങളെ ചെയ്യൂല കേട്ടോ. വിവരമില്ലാത്ത കാലത്ത് നിങ്ങൾ ആ യൂസുഫിനെ വല്ലതും ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു.
അപ്പൊ ഇവര് ചോദിച്ചു, ഇന്നക്കലാന്ത യൂസുഫ്, ഇജേറ്റാണോ യൂസുഫ്? അപ്പോഴാ എന്ത് പറയുന്നത്? യൂസുഫ്, ഞാൻ യൂസുഫാണ്, ഇതിന്റെ സഹോദരൻ ബിന്യാമീൻ. അത് മന്നല്ലാഹു അലൈന, അള്ളാഹ് ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞതാ. ഭയങ്കരാണ് ആയത്തൊക്കെ. എന്താ പടച്ചോനെ, ആയത്ത് കൊടുവള്ളി 2-3 മാസം ശരിയായിട്ടുണ്ടായത്. അപ്പൊ അവര് പറഞ്ഞു, തല്ലാഹി ലഖദ് ആസറക്കല്ലാഹു അലൈന, ഞങ്ങൾ എത്ര പൊട്ടക്കൻ ചെയ്തിട്ടുണ്ട്, അള്ളാഹ് എന്നെയാണ് ഞങ്ങളെക്കാൾ തിരഞ്ഞെടുത്ത്. മനസ്സിലായില്ലേ? വലിയ ആളാണ്, എന്നെ അള്ളാഹു തിരഞ്ഞെടുത്തല്ലോ. ഞങ്ങൾ പേച്ചോർ തന്നെയാണ് കേട്ടോ, ഞങ്ങൾ തെറ്റുകാരാണ്. അപ്പോൾ പറഞ്ഞില്ല, തസ്രീബാലിക്കും, നിങ്ങൾക്ക് ഇന്നൊരു പ്രതികാരം ഉണ്ടാവില്ല, ഒന്നുമില്ല. തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ ആരാണ്? വിവരമില്ലാത്ത കാലത്ത് ഇത് അന്തും ജാഹിലൂന, നിങ്ങൾ വിവരമില്ലാത്ത കാലത്താണ് യൂസുഫിനെ ചെയ്ത്. ഞങ്ങൾ പേച്ചോരാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ആ വർത്തമാനം പറയണ്ട, തസ്രീബാലിക്കും മൂല്യവും, നിങ്ങൾക്ക് യാതൊരു പ്രതികാരവും ഇന്ന് അനുഭവിക്കണ്ട, നിങ്ങൾക്കൊരു പ്രതികാരവും ഇല്ല. പിന്നെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യൂല. പിന്നെ ചെയ്യേണ്ടത് ആരാണ്? യഗ്ഫിറുല്ലാഹുലക്കും, അള്ളാഹ് പുറത്തും തരും. ഓ അർഹമുർ റഹീമീൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെയും സുഖമാണ്, അവിടെയും സുഖമാണ്. ഇനി ഇതിലപ്പുറം എന്ത് മാന്യത പറയണ്ടത്? ഇവിടെ ഇപ്പം ഞാൻ ഒന്നും കാട്ടുന്നില്ല, മത്സരി കബേരി. അങ്ങനെയാണോ? നോക്കി നിങ്ങൾ ആ മനുഷ്യരെ മാന്യത, ഈ മാന്യനെ പറ്റി മാന്യനല്ലാതെ എന്താണ് റസൂൽ പറയേണ്ടത്? എല്ലാവരും ഈ സുഹൃത്ത് പഠിക്കണം, ഭയങ്കര സുഹൃത്തായത്. എല്ലാം ഉണ്ട് ഇതിലിനി ഇല്ലാത്തൊന്നുമില്ല. ഈ മനുഷ്യൻ ദരിദ്രനായി, ഈ മനുഷ്യൻ മുതലാളിയായി, ഈ മനുഷ്യൻ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റവാളിയായി, ഈ മനുഷ്യൻ പെൺകേസിൽ അകപ്പെട്ടു, എന്തൊക്കെ 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 എല്ലാം ഈ മനുഷ്യനെ ദ്രോഹിച്ചവരേ ഉള്ളൂ. സ്വന്തം ബാപ്പ ദ്രോഹിച്ചിട്ടില്ല, ആ വാങ്ങിക്കൊണ്ടായി അയാളും ദ്രോഹിച്ചില്ല. അക്രിമ സ്വഭാവം മനസ്സിലായില്ലേ? അക്രിമി മനസ്സിലായില്ലേ? അങ്ങനെ കിടപ്പുസ്ഥാനമൊക്കെ നന്നാക്കി കൊടുക്കണം, അയാളൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട്. ബാപ്പയും അല്ലാതെ അനുഭവിച്ചവർ മുഴുവനും ഈ മനുഷ്യനെ ചെയ്തത് എന്താ? ദ്രോഹം. ഈ രാജാവ് ഇതൊക്കെ പറഞ്ഞ രാജാവ് ഇവിടെ ജയിലിടുന്ന കാലത്തുണ്ടല്ലോ, ജയിലിട്ടോ രാജാവിനല്ലേ? മനസ്സിലാണ്ട് പറഞ്ഞല്ലോ, എല്ലായിടത്തും ദ്രോഹം, ജീവിതം മുഴുവൻ ദ്രോഹം. എന്നിട്ട് ആ ദ്രോഹികളെ കഞ്ഞിൽ കിട്ടണ നേരത്തെ പറയാണ്, ലാ തസ്രീബ അലൈക്കുമുള്ളൂ, ഇല്ലയോ നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവും ഇല്ല. ഇത് തന്നെ നീ കേട്ടോളി, കണ്ടോളി. ഇനി ഇതിനപ്പുറത്തേക്ക് ഞാൻ പറയാൻ പോകുന്നുണ്ട്. എന്ന് ലാ തസ്രീബ അലൈക്കുമുള്ളൂ യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. വഹുവ അർഹമുർ റഹീമീൻ, അല്ലാഹു ഏറെ കരുണവാരികൾ, ഏറെ കരുണ ഉള്ളവരാണ്, ഏറെ കരുണ ഉള്ളവനാണ് റബ്ബ്. നിങ്ങൾ റബ്ബിനെ ഇവിടെ ഇപ്പം ഞങ്ങളെ രക്ഷിക്കൂല, ഇനി മരിച്ചിട്ടോ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. വഹുവ അർഹമുർ റഹീമീൻ, നിങ്ങൾ പേടിക്കണ്ടാണ്. നിങ്ങൾക്ക് വാപ്പാനെ ഒറ്റക്ക് കിട്ടുകയും ചെയ്തു, ഇപ്പം നിങ്ങൾക്ക് കുറ്റമില്ല. ഇനി എന്താ ചെയ്യണ്ട്? ഇതിനപ്രമാണ്യത എന്താ? കുറച്ച് ദിവസം നിങ്ങളൊന്നും ജയിലിൽ കിടക്കി ഇല്ല. അവർക്ക് എന്തിനാവശ്യം? ബാപ്പാന്റെ പ്രേമം ഞാൻ ആരിലേക്ക് പോകരുത്, യൂസുഫിലേക്ക് പോകരുത്. ഒറ്റ 10-40 കൊല്ലം ബാപ്പാൻ ഒറ്റ കിട്ടി, അത് കഴിഞ്ഞ് രാജാവ് ശിശുവില്ല, മാന്യൻ. ഇത് തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഞാൻ വിശദീകരിക്കണില്ല. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ആ കാര്യം നേരത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ബിന്യാമീൻ്റെ പാത്രത്തിൽ നിന്ന്, ബിന്യാമീൻ്റെ ചാക്കിൽ നിന്ന് സ്വർണത്തിൻ്റെ അളവ് പാത്രം കിട്ടുമ്പോൾ യൂസുഫ് നബി അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, പരിശോധിക്കല്ലേ. അപ്പോൾ ഇവർ പറഞ്ഞൊരു വർത്താനുണ്ട്, ഇൻ സറക്ക ഫഖദ് സറക്ക അഹുല്ലഹു മിൻ ഖബൽ. ഇവൻ കട്ടിന് ഒരു അത്ഭുതമല്ല, ഇവനൊരു കേട്ടുണ്ടായിന്, പെരുങ്കള്ളനാ. മനസ്സിലായില്ല? ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് രാജാവിൻ്റെ സ്വർണ്ണപാത്രം കിട്ടിയ നേരത്ത് ഈ 10 ഏട്ടന്മാര് പിന്നെ യൂസുഫിനോട് പറയാണ്, എന്ത് ഇപ്പം ഞാൻ എന്തെങ്കിലും പോക്കാണ്, ഇൻസറക്ക. പിന്നെ ഇത് വേറെ അമ്മാൻ്റെ കുട്ടിയല്ലേ, ഇൻസറക്ക. ഇവൻ കട്ടിന് അത്ഭുതമൊന്നുമില്ല, ഫഖദ് സറക്ക അഹുല്ലഹു മിൻ ഖബൽ. ഇവനൊരു ഇക്കാക്ക് വേറെ ഉണ്ടായിരുന്നു, ഓനെ ഞങ്ങളുണ്ട് ഒഴിവാക്കിയതാണ്, ഓൻ പെരുങ്കളനാണ്, ഓൻ കക്കണോനെ അങ്ങനെ ഞങ്ങൾ കട്ടുകുടുങ്ങിയതാണ്. ഒരു സത്യസന്ധനായ സ്വാലിഹിനെ പറ്റിയാണ് പറയുന്നത്. ആരോട് പറയാ? അയാളോട് തന്നെ പറയാ. എന്നാ അതിനും പ്രതികാരമൊന്നുമില്ല, ഒന്നുമില്ല. അൽ കരീം, ഇബ്നുൽ കരീം. ആ പറഞ്ഞതിന് ബാക്കി അർത്ഥമുണ്ട്, ഭയങ്കരമാണത്.
ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് 200 ഒട്ടകം കൊടുത്തയച്ചു. കാരണം ഇവർക്ക് എന്ത് വേണം? ഇനി ഇപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? ഇതിനെ കുപ്പായം കൊടുത്തയച്ചു. കുപ്പായം മുഖത്തേക്കിട്ട ബാപ്പാൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും. ഇനി എല്ലാവരും ഇനി അവിടെ പാർക്കണ്ട, ഇവിടുന്ന് ഇങ്ങനെ റേഷൻ കൊണ്ടുപോണ്ട, കൊട്ടാരത്തിൽ തന്നെ ഓർത്തോളി, ഇങ്ങോട്ട് വരും, നിങ്ങൾക്കൊക്കെ ഞാൻ കൊട്ടാരം കെട്ടിത്തരാം. ഇവർക്ക് മുഴുവൻ കൊട്ടാരം കെട്ടി കൊടുത്തു. ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ പൊട്ടക്കിണറ്റിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഈ കുട്ടിയാണ് പിന്നെ അവരെ അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്ത് മനസ്സിലായില്ല. ഫലസ്തീനിൽ നിന്ന് അല്ലെങ്കിൽ ജെറൂസലേമിൽ നിന്ന് ഇവർക്ക് എവിടേക്ക് എത്തണം? മിസ്രിലേക്ക് എത്താൻ വേണ്ടി 200ഓളം ഒട്ടകം കൊടുത്തയച്ചു. ഇവർ വരുന്ന ദിവസം കൊട്ടാരക്കെട്ടിൽ നിന്ന് പുറത്തിറങ്ങി മരുഭൂമിയിൽ ടെൻറ്റ് കെട്ടി കാത്തിരുന്നു. ഇക്കാക്കാരും വരുന്നുണ്ട്. ഭൂലോക ദ്രോഹികൾ അങ്ങനെയല്ലേ പറയണ്ട്? നമ്മളങ്ങനെ പറയേണ്ട, കാരണം ഇന്ന് പോലും അങ്ങനെ പറയുന്നത് യൂസുഫിനൊക്കെ ഇഷ്ടമുണ്ടാവില്ല. ഇന്നിപ്പോൾ ഭൂലോക ദ്രോഹികൾ എന്ന് ആ ഇക്കാക്കാരെ പറ്റി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നത്. പക്ഷേ അതാർക്കിഷ്ടമുണ്ടാവില്ല? യൂസുഫിനൊക്കെ ഇഷ്ടമുണ്ടാവില്ല. ഒരിക്കലും ദ്രോഹികൾ എന്ന് അവരെ പറ്റി പറഞ്ഞിട്ടില്ല. എന്നിട്ട് പുറത്തിറങ്ങി താമസിക്കാം. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ബാപ്പി ഇക്കാക്കാരും പെണ്ണുങ്ങളും കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരും മിസ്രിലേക്ക് എത്താണ് അവരെ. അപ്പം അവരുടെ മുന്നിൽ വെച്ച് പറയുന്ന വാക്ക് നീ കേട്ടോളി. എന്ത്? 100-ാമത്തെ ആയത്ത് എടുത്ത് നോക്കണം. ആ 100-ാമത്തെ ആയത്ത് നോക്കി നിങ്ങൾ. ഇതാണ് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, പൂർത്തീകരണം. എന്റെ വ്യാഖ്യാനം ഇതാണ്. റബ്ബ് എന്നെ എത്ര ഉപകാരം ചെയ്ത്. ഇത് അഖ്റജന മിനസ് സിജ്നി, എന്നെ റബ്ബ് ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? എന്ത് പറഞ്ഞില്ല? നിങ്ങൾ ആ വാക്ക് നോക്കി, ആ മുസാഫിലേക്ക് നോക്കി, എന്താ പറഞ്ഞത്? വഖദ് അഹ്സന ബി, എൻ്റെ റബ്ബ് എന്നോട് ഉപകാരം ചെയ്തു. ഇത് അഖ്റജനി മിനസ് സിജ്നി, എൻ്റെ റബ്ബ് എന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്ത് പറഞ്ഞില്ല? ജയിലിട്ട് പറഞ്ഞില്ല കുട്ടി. ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്ത ജയിലിടണ്ടേ? ജയിലിടാന്ന് പറയുമ്പോൾ മോശമാണ്. ആർക്ക്? സുലൈഖക്ക് മോശമല്ലേ? ആ ആയത്ത് പഠിക്കേ. ഈ മനുഷ്യനെ പറ്റി മാന്യം നല്ലത് എന്താ പറയണ്ടേ? നിങ്ങൾ ആയത്ത് നോക്കി, നിങ്ങൾ കണ്ടില്ലേ ആയത്ത്? ഞാൻ പണ്ട് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ് ഇത്. അത് റബ്ബ് യാഥാർത്ഥ്യമാക്കി പുലർത്തി. എന്നെ കൊണ്ട് ഒരുപാട് ഉപകാരം, എൻ്റെ ഒരുപാട് ഉപകാരം എൻ്റെ റബ്ബ് ചെയ്തു. ഇത് അഖ്റജനി, എന്നെ റബ്ബ് എന്നെ പുറത്തിറക്കിയാലോ. എവിടുന്ന്? ജയിലിന് പുറത്തിറക്കിയാലോ. എന്ത് പറഞ്ഞില്ല? ജയിലിന് ഇട്ട പറഞ്ഞില്ല. കാരണം ജയിലിന് ഇട്ട് പറഞ്ഞാൽ കുറച്ച് ആളുകൾ അവിടെ മോശക്കാരാവും. പിന്നെ ഞാൻ കുറച്ചാലും ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജൂലൈക്ക് മറ്റുള്ളൊക്കെ വലിയ മനുഷ്യന്മാരും ഓല കുടുംബം, ഈ പെണ്ണുങ്ങളും ബാക്കിയുള്ള പ്രഭുകുമാരന്മാരും കുമാരികളും അപ്പോൾ ഓലമ്മാനെ പറ്റിയും മറ്റവരെ പറ്റിയൊക്കെയാണല്ലോ ഇപ്പം ഈ പറയണത്. അപ്പോൾ ഓൽക്കും അതിൽ ഇടങ്ങേറില്ലേ? അപ്പം എന്ത് പറഞ്ഞില്ല? ജയിലിൽ നിന്ന് ഇറങ്ങിയ അവസാനം പറഞ്ഞു. പിന്നെന്താ അടുത്ത വാക്ക്? ആ മരുഭൂമി നിങ്ങളങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? ആദ്യം എന്നെ കൊണ്ടുവന്നില്ലേ? എന്ത് പറഞ്ഞു? ഞാൻ ഇവിടെ വന്ന് അടിമയായിട്ടാണ്, അത് പറയാൻ പാടില്ല. ഭൂൽക്ക് മാനക്കെടുണ്ടാവും. ആദ്യം ഇരുന്ന് ആലോചിക്കാൻ എന്താണ് പറഞ്ഞത്? വജാഅബിക്കും, നിങ്ങളെ കൊണ്ടുവന്നു. മിനൽ മദ്വി, ആ മരുഭൂമിയിൽ നിന്ന് നിങ്ങളങ്ങോട്ട് കൊണ്ടുവന്നു. നിങ്ങൾ വരുന്നതിന് മുമ്പ് 40 കൊല്ലം മുമ്പ് ഞാൻ വന്നില്ലേ? അത് പറഞ്ഞു. ആദ്യം ഞാനിവിടെ എത്തി, പിന്നെ നിങ്ങൾ ഇവിടെ എത്തി എന്ന് അറിയാണെങ്കിലും പറയുമ്പോൾ ചൊറുക്കുണ്ടെങ്കിലും ആദ്യം ഞാനിവിടെ എത്തി എന്ന് അറിയുമ്പോൾ കുറച്ച് ആളുകളെങ്കിലും ഇക്കാക്കാർ തല താത്തു. ഞാൻ പിന്നെ വന്നപ്പോൾ കുറച്ച് ഇടങ്ങാറായി. ആ പൊട്ടക്കണ്ടൊക്കെ നോക്കിയിട്ട് ഓരോ കാക്കാൻ്റെ ഒപ്പം ഇക്കാക്കാൻ്റെ പെണ്ണുങ്ങൾ ഇത്താത്താരുണ്ടാവുമല്ലോ, ഓരോ അന്ന് നട്ടപ്പാതിരിക്കെങ്കിലും എനിക്ക് തോലുണ്ട് ഉരിഞ്ഞമാതിരി തോന്നി. ഉസ്ബദൻ പറഞ്ഞപ്പോൾ കാക്കങ്ങളാണല്ലോ ആ കുട്ടീനെ കൊണ്ടേ പൊട്ടക്കണത്തിൽ ഇട്ടതെന്ന് പറയാനൊരു അവസരം പെണ്ണുങ്ങൾക്ക് അന്ന് രാത്രി മനസ്സിലായില്ല. ഏറ്റവും ചുരുങ്ങിയത് പെണ്ണുങ്ങളെ എന്ത് പറയും? യൂസുഫിൻ്റെ ആ പ്രസംഗം കയ്യട്ടെന്ന് ഞാൻ വിചാരിച്ചു പോയി. കാരണം എനിക്കിങ്ങനെ മാനക്കിടും. ഞാൻ ആ പൊട്ടക്കണത്തിലൊക്കെ പെട്ടിട്ടൊക്കെ പോകുന്നത്. പിന്നെ പെങ്ങളും ഇവിടെ എത്തിയാലോ അങ്ങനെ പറഞ്ഞിക്കണമെങ്കിലും അതിലൊരു കുത്തുണ്ട്. ആർക്ക്? ഞാൻ ഇവിടെ എത്തിയ പറഞ്ഞതേ ഇല്ല. എന്തുകൊണ്ട്? ഞാൻ ഇവിടെ എത്തിയ പറഞ്ഞാൽ മാനക്കട ആർക്കുണ്ട്?
ഇക്കാക്കാർക്കും ഇക്കാക്കാൻ്റെ പെണ്ണുങ്ങൾ കുട്ടികളും അപ്പോക്കിലൊക്കെ ഇപ്പോൾ പെണ്ണും കെട്ടി കുട്ടികളും പേര് കുട്ടികളും ഇറ്റങ്ങളൊക്കെ ഇത് മദ്രസയിൽ പോണ കുട്ടികളും ഇറ്റങ്ങളൊക്കെ ഇത് കേൾക്കോലെ എന്ത് നമ്മളെ പള്ളിയാപ്പോ നമുക്കാണിട്ട. അപ്പോൾ നിങ്ങളെ കൊണ്ടുവന്നു മിനൽ ബദവി, ആ വിദൂര ദിക്കായ ആ മരുഭൂവ വാസത്തിൽ നിങ്ങളെ കൊണ്ടുവന്നു ഈ നെയിൽ നദിയുള്ള നാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്റെ റബ്ബ് കൊണ്ടുവന്നു. നിങ്ങളോ എന്നെയോ പറഞ്ഞില്ല. അപ്പൊ എന്നെ കൊണ്ടുവന്ന വിവരം പറഞ്ഞാൽ പലർക്കും പൊള്ളും. ഞാൻ പൊട്ടക്കണത്തിന് കൊണ്ടുവന്നാണ്ട് പിന്നെ വിറ്റല്ലേ പലർക്കും പൊള്ളും. ആ കച്ചവടക്കാരെ അവിടെ തന്നെ അല്ല, ഓർക്കും പൊള്ളും. എന്റെ ഒരു പിതറാഹി മഅദൂദ ബി സമനിൻ ബഖ്സിൻ, തുച്ഛമായ വിലക്ക് വിറ്റനാണ് ഇതിനെ. അപ്പോൾ ഓർക്കൊക്കെ പൊള്ളൂലേ? മനസ്സിലാണ്ട് പറഞ്ഞത് കേൾക്കണ്ട് പറഞ്ഞ മനസ്സിലായി. അപ്പൊ എന്റെ ഭർത്താനേ പറഞ്ഞില്ല, എന്റെ റബ്ബ് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തു, ഒന്നും എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കി. എന്തറിഞ്ഞില്ല? ജയിലിട്ട് അറിഞ്ഞില്ല. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നു. ആ നാട്ടിൽ വെള്ളം തിന്നാനും ഇല്ലാത്ത നാട്ടിൽ എന്തിനാ നിങ്ങൾ പുറക്കണം? നിങ്ങൾ നെയിൽ നദി പൊളഞ്ഞോടി പാഞ്ഞ് കളിക്കുന്ന നാട്ടിലെത്തിയില്ലേ? അൽഹംദുലില്ലാ.